പിന്നെ വീഡിയോയിൽ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത് വീഡിയോ ഇടുമ്പം ഒത്തിരി പേര് എന്നോട് ചോദിച്ചു അതൊന്ന് കാണിച്ചു തരാമോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് അതൊന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചിരട്ടപ്പുട്ടാണ്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ്. അത് ഞാൻ ഈ യോഗട്ടിൻ്റെ കപ്പ് വെച്ചാണ് അളന്നെടുക്കുന്നത്. അതിനൊരു 3/4 കപ്പ് ഉണ്ടെങ്കിൽ ഒരു ചിരട്ടപ്പുട്ടാവും. അപ്പോൾ ഇപ്പം ചീര കണ്ടോ, അതിന് ഇത്രയും ഗോതമ്പ് പൊടിക്ക് പച്ചച്ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നീട് ഇവിടെ അതിന് ചേർക്കേണ്ട ജീരകം ഇതാ വെച്ചിരിക്കുന്നു. പിന്നെ ഒരു പാത്രത്തിൽ സ്വല്പം വെള്ളം മതി. അത്രയും തന്നെ വെള്ളം വേണമെന്നില്ല, അത് ഉപ്പ് അലിയിക്കാൻ വേണ്ടിയാണ്. ഉപ്പ് അലിയിച്ച് വെച്ചിരിക്കുന്നു. ഇത്രയും സാധനങ്ങൾ ചീര പൊടി, സ്വല്പം ഉപ്പുവെള്ളം, ജീരകം ചേർത്ത് മിക്സിയിലേക്ക് മാറ്റുന്നു. മിക്സിയിൽ ഒരു പ്രാവശ്യം പുറകോട്ടും 2 പ്രാവശ്യം മുൻപോട്ടും ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള പൊടിയാണ്. മിക്സ് ചെയ്തെടുത്ത ചീര ഗോതമ്പ് മിശ്രിതം മിക്സിയിൽ നിന്ന് ബൗളിലോട്ട് പകർന്നു. നല്ല സോഫ്റ്റ്, നല്ല ഗ്രീൻ ആൻഡ് ഫ്ലഫിയാണ് ഈ മിശ്രിതം. ഇനി ഇത് വെച്ച് നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കാം. പുട്ടുപാത്രത്തിലോട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞു. വീണ്ടും അതിൻ്റെ മുകളിൽ ചീര ഗോതമ്പ് മിശ്രിതം ഇടാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ലെയറോടെ ഇതുപോലെ തേങ്ങ ഇടാം. തേങ്ങ ഇടുന്നത് നല്ല രുചിയാണല്ലോ. ചക്ക ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ചക്ക ചേർത്തും പുട്ടുണ്ടാക്കാം. ഇനി അടച്ച് സ്റ്റീമറിൽ വയ്ക്കാം. കുക്കറിൻ്റെ മുകളിലിരുന്ന് പുട്ട് നന്നായിട്ട് സ്റ്റീമായി. ഇനി അത് എടുക്കാം. ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ചക്ക ചേർത്തത്, അപ്പോൾ ചീരച്ചക്ക ഗോതമ്പ് പുട്ട് വെന്തുകൊണ്ടിരിക്കണം. ഇതിനൊരു സ്വല്പം കൂടുതൽ നേരം, ഒരു 3 മിനിറ്റെങ്കിലും വേവിക്കണം. കാരണം ചക്ക കൂടെ വെന്ത് കിട്ടണ്ടേ. ചപ്പാത്തിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൻ്റെ കൂടെ ചീര ചേർത്തുണ്ടാക്കിയ ചീരപ്പുട്ട്, ആ ചീരപ്പുട്ടിൻ്റെ കൂടെ ചക്ക, സൂപ്പർ ഏളി ചക്ക ചേർത്തുണ്ടാക്കി. അപ്പം ഇത് ഇനി ചെറുപയറും പപ്പടവും കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കാം. ഈ പുട്ടിന് ഒന്നും വേണ്ട, കാരണം ചക്ക തന്നെ ഉണ്ടല്ലോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ്.